നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 251 എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത സാഹിത്യകാരനും തിരക്കഥാകൃത്തും ചെറുകഥാകൃത്തുമൊക്കെയായ ശ്രീ KG സേതുനാഥനെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. ശ്രീ ജഗതി NK ആചാരി മുഖാന്തരമാണ് ഞാൻ ശ്രീ KG സേതുനാഥനെ പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതും എൻ്റെ ഒരു തിരക്കഥയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും ആ തിരക്കഥ അദ്ദേഹത്തിന് വായിക്കാനും മറ്റുമായി കൊടുക്കുന്നതും. പിൽക്കാലത്ത് ആ തിരക്കഥ വേറൊരു രൂപത്തിൽ, വേറൊരു ഭാവത്തിൽ സിനിമയായി പുറത്തു വന്നു. എഴുതാൻ അറിയുന്നവന് എങ്ങനെ വേണമെങ്കിലും എഴുതാം. കഥകളി കളിക്കുന്നവന് ഏത് ഭാവവും കൊണ്ടുവരാൻ കഴിയും. അവിടെ കീചകനോ ശ്രീകൃഷ്ണനോ ഭീമനോ ഒന്നുമല്ല. കലാകാരൻ്റെ മനസ്സിൽ വിരിയുന്ന കാര്യങ്ങൾ പ്രകടമാക്കും പോലെ എഴുത്തറിയാവുന്നവന് വീണ്ടും വീണ്ടും എഴുതാൻ കഴിയും. അങ്ങനെ വിളപ്പില്ല അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി പലതവണ സംസാരിക്കുകയും ഒടുവിൽ അതിൻ്റെ കയ്യെഴുത്ത് പ്രതി നഷ്ടപ്പെടുകയും പിൽക്കാലത്ത് ഇത് സിനിമയാകേണ്ടിയിരുന്നു, നല്ലൊരു തിരക്കഥയാണ് എന്ന് പറഞ്ഞ മലയാളത്തിൻ്റെ പ്രശസ്ത നടൻ പത്മശ്രീ തെക്കുറിശ്ശി സുമാൻ നായർ എഴുതിയ അവതാരികയോടുകൂടി മുന്നിൽ ശൂന്യമാൻ ചക്രവാളം എന്ന പേരിൽ ഭഗീരഥ ബുക്സ് ആ തിരക്കഥ പുസ്തകമായി പുറത്തിറക്കി. ഓർമ്മയുടെ മനോമുകുരത്തിൽ തെളിഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ട്. നൂറുകണക്കിന് ചെറുകഥകൾ, ആകാശവാണിയിൽ ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുള്ള ഒരു വലിയ കലാകാരൻ. അദ്ദേഹത്തെ കണ്ടതും അതുമായിട്ടുള്ള വിശേഷങ്ങളും പങ്കുവയ്ക്കുകയാണ് കൃഷ്ണശിലയായി എന്ന എൻ്റെ പങ്ക്തിയിലൂടെ. കാണുമല്ലോ.